Hi, welcome to EduGarnet. നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ഔട്ട് ചെയ്യാം. നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആണ്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ 1ലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 2 സെക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് ജേർണലിസ്റ്റും മറ്റൊന്ന് സ്പെഷ്യലിസ്റ്റും. ജനറലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജനറലി ആർക്കും അപ്ലൈ ചെയ്യാം. സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പേര് സൂചിപ്പിക്കുന്ന പോലെ ചില സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വിളിക്കുന്നതാണ്. അതിന് കറസ്പോണ്ടിങ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 22 ജാനുവരി ആണ്. അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ്ലി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി ആ പേജിലേക്ക് പോകും. എക്സാമിനേഷൻ വരുന്നത് ഇതൊരു ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അറിയാലോ, 2 ലെവൽ ഓൺലൈൻ ഒബ്ജക്റ്റീവ് പരീക്ഷ, പ്രിലിംസ് മീൻസ്, അതിന് പുറമെ ഒരു ഇന്റർവ്യൂ, ഇങ്ങനെയാണ് ഘട്ടങ്ങൾ വരുന്നത്. പക്ഷേ എക്സാമിൻ്റെ ഡേറ്റ്സ് ഒന്നും തന്നെ നോട്ടിഫിക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അത് പിന്നീട് അറിയിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഓഫ് നൗ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ മാത്രമാണ്. ദറ്റ് ഇസ് 22 ജാനുവരി. വേക്കൻസീസും കാര്യങ്ങളും എല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ ടേബിളിൽ വളരെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് അവർ പറയുന്നത് സർവീസ് കണ്ടീഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ ജേർണലിസ്റ്റ് ആയിട്ട് സെലക്ടഡ് ആവുകയാണെങ്കിൽ ആദ്യത്തെ 5 വർഷം വരെ ഇനീഷ്യൽ പോസ്റ്റിംഗ് ആവുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞായിരിക്കാം ട്രാൻസ്ഫർക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ സെലക്ടഡ് ആവുന്നവരാണെങ്കിൽ 10 വർഷം വരെ ഇനീഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിങ്ങിൽ നിൽക്കേണ്ടതുണ്ട്. അത് കഴിയുമ്പോഴാണ് ട്രാൻസ്ഫർ വരിക. അടുത്തത് പറയുന്നത് പ്രൊബേഷൻ പീരീഡിനെ കുറിച്ചാണ്. ഇതൊരു ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. 1 ഇയർ ആണ് പ്രൊബേഷൻ പീരീഡ് വരുന്നത്. ഈ 1 ഇയറിന്റെ കാലയളവിൽ നമ്മളിതൊരു ഇൻഷുറൻസ് മേഖല ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന നോൺ ലൈഫ് ലൈസൻസിയേറ്റ് എക്സാമിനേഷൻ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഈ 1 ഇയർ പ്രൊബേഷൻ പീരീഡിന്റെ ഇടയിൽ. നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഗ്യാരണ്ടി ബോണ്ടിനെ കുറിച്ചാണ്. ബോണ്ടിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഈ 1 ഇയർ പ്രൊബേഷണറി പീരീഡ് ഉൾപ്പെടെ മൊത്തം 4 വർഷം നമ്മൾ സ്ഥാപനത്തിനൊപ്പം വർക്ക് ചെയ്യാം എന്നുള്ള ബോണ്ടാണ് സൈൻ ചെയ്യേണ്ടത്. ഇൻ കേസ് നമ്മൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ 1 ഇയർ പ്രൊബേഷണറി പീരീഡിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ കുറച്ച് മാസം കാണാം, പ്രൊബേഷണറി പീരീഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതുവരെ കൈപ്പറ്റിയിട്ടുള്ള ഗ്രോസ് സാലറി പ്ലസ് 25,000 ആണ് പേ ചെയ്യേണ്ടത്. ഇനി നമ്മൾ 1 ഇയർ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് മേ ബി 1 or 2 ഇയേഴ്സും കൂടെ വർക്ക് ചെയ്തു, പക്ഷേ ആ ഫുൾ 4 വർഷം പൂർത്തീകരിച്ചില്ല, പക്ഷേ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞൊരു 1 or 2 ഇയേഴ്സും കൂടെ വർക്ക് ചെയ്തെങ്കിൽ ആ 1 ഇയർ പ്രൊബേഷൻ പീരീഡിൽ കൈപ്പറ്റിയിട്ടുള്ള മൊത്തം സാലറിയാണ് നമ്മൾ തിരിച്ച് പേ ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളൊരു സ്റ്റാമ്പ്ഡ് ബോണ്ട് ഡ്യൂലി എക്സിക്യൂട്ടഡ് ബൈ 2 സെക്യൂരിറ്റീസ്, അത്യാവശ്യം സൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് വേണം, ബ്ലഡ് റിലേറ്റീവ്സ് പറ്റത്തില്ല. ആ ബോണ്ട് ഷുഡ് ബി ഈക്വലൻ ടു 1 ഇയേഴ്സ് ഗ്രോസ് സാലറി. നമ്മൾ ഈ പ്രൊബേഷൻ പീരീഡിൽ കൈപ്പറ്റുന്ന ആ 1 ഇയറിൻ്റെ ഗ്രോസ് സാലറിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ബോണ്ട് 2 സെക്യൂരിറ്റീസിൻ്റെത് വേണം, അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളവരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ ഒരു ബോണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ. പിന്നെ എമിലമെൻസും ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പേജ് നമ്പർ 2 ലാസ്റ്റ് കിടപ്പുണ്ട്, അവിടെ ചെക്ക് ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് ആസ് ഓൺ December 1 ആണ്, 2023 December 1 പ്രകാരമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ടേബിളിൽ ചെക്ക് ഔട്ട് ചെയ്യണം. അത് പേജ് നമ്പർ 3 എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു 8 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും. അതായത് ഒന്ന് ഡോക്ടേഴ്സിന് പറ്റും, MBBS ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. അപ്പോൾ അതിൽ ആർക്കൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ MBBS അല്ലെങ്കിൽ MD, MS, PG അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം പറ്റും. അതിൽ തന്നെ വിവിധ ഓപ്ഷൻസ് പറ്റുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ അതിൽ ചെക്ക് ഔട്ട് ചെയ്യാം നിങ്ങൾ എലിജിബിൾ ആണെന്ന്. അതുപോലെ തന്നെ ലീഗൽ ലോ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ. പക്ഷേ പെർസെൻറ്റേജ് പറയുന്നുണ്ട് മിനിമം 60% ഡിഗ്രിക്ക് വേണം. SC/ST കാറ്റഗറിക്ക് ആണെങ്കിൽ 55 മതി. അപ്പോൾ അങ്ങനെ ലോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ലീഗൽ ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഫൈനാൻസ് വരുന്നുണ്ട്, അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ്, അതും അല്ലെങ്കിൽ BCom MCom ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവിടെയും 60% ഡിഗ്രിക്ക് വേണം. SC/STക്ക് 55. പിന്നെ ആക്ച്വറിയൽ ഉണ്ട്, അതായത് ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ആക്ച്വറിയൽ സയൻസ് അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അത് പറ്റുക. എല്ലായിടത്തും പെർസെൻറ്റേജ് ബാധകമാണ്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, അത് BE, BTech, ME, MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ MCA അത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പറ്റും, BE, BTech, ME, MTech ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. പിന്നെ ജനറലിസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് സെക്ഷനൊന്നുമില്ല, ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എനി സ്ട്രീം. അഗൈൻ പെർസെൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഉണ്ട്, 60% ഇൻ ഡിഗ്രി, SC/ST കാറ്റഗറിക്ക് 55. പിന്നെ ഹിന്ദിയും നമുക്കിതിനകത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ ഹിന്ദി ക്വാളിഫിക്കേഷൻ്റെതും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി സബ്ജക്റ്റ്.
അങ്ങനെ അതിനകത്ത് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി സബ്ജക്റ്റ് ആയാലും മതി. അങ്ങനെ അതിനകത്ത് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഥവാ ഹിന്ദി സബ്ജക്റ്റ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിൽ ചെക്കൗട്ട് ചെയ്യണം നിങ്ങൾക്ക് അത് എലിജിബിൾ ആണോ എന്ന്. ഇത്രയും കാറ്റഗറീസിലേക്കാണ് അവർ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് ഏജിൻ്റെ കാര്യം നോക്കാം. ഏജും നോക്കുന്നത് ആസ് ഓൺ December 1st, 2023 പ്രകാരമാണ്. മിനിമം 21, മാക്സിമം 30. പക്ഷേ അത് ജനറൽ കാറ്റഗറിക്കാണ്. OBC-കാർക്ക് ഈ 30യിൽ നിന്ന് +3 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. SC/ST-കാർക്ക് +5, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് +10, പിന്നെ വിഡോ, ഡിവോഴ്സ്ഡ്, അതേപോലെ തന്നെ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ 9 ഇയേഴ്സും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടും. അതായത് 39 ഇയേഴ്സ് വരെ പറ്റും. ഇതെല്ലാം December 1 പ്രകാരമാണ് നോക്കുന്നത്. ഇങ്ങനെ ആണ് ഏജിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. പിന്നെ പരീക്ഷ വരുന്നത് പ്രിലിംസ്, മെയിൻസ്, അങ്ങനെ 2 ലെവലുണ്ട്. അല്ലെങ്കിൽ phase 1, phase 2 എന്ന് പറയാം. phase 1 ആണ് പ്രിലിംസ്, ആദ്യത്തെ ഘട്ടം. ഓൺലൈൻ പരീക്ഷയാണ്, നമ്മൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ബാങ്ക് എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ഡിസ്ട്രിക്ട്സിലെല്ലാം തന്നെ എക്സാം സെൻറ്റർ അവൈലബിൾ ആവാറുണ്ട്. പക്ഷേ ഈ എക്സാമിന് അങ്ങനെ എല്ലായിടത്തും എക്സാം സെൻറ്റർ ഇല്ല. ട്രിവാൻഡ്രവും കൊച്ചിയും മാത്രമാണുള്ളത്. അപ്പോൾ അവിടെ എവിടെയാണ് നമുക്ക് ആ 2 എക്സാം സെൻറ്റേഴ്സിൽ എവിടെയാണ് നമുക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുക. പ്രിലിംസിന്. മെയിൻസിനാണെങ്കിൽ കൊച്ചി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പ്രിലിംസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനാണ്, കമ്പ്യൂട്ടറിൽ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ 5 ഓപ്ഷൻ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലോട്ട് ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കിട്ടും. തെറ്റിയാൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 0.25 മാർക്സ് ആണ് കുറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കാനുള്ള റഫ് പേപ്പർ എല്ലാം എക്സാം സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. പ്രിലിംസിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ 1 മണിക്കൂറാണ്. റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് എന്നുള്ള 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, റീസണിങ്ങിൽ നിന്ന് 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് മാത്സിൽ നിന്നും 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. ഓരോ 20 മിനിറ്റുവേ ഓരോ സെക്ഷനും കിട്ടത്തുള്ളൂ. അതായത് 20 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ സെക്ഷനും ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ സെക്ഷൻ കട്ട് ഓഫും ഉണ്ട്. ഓരോ സെക്ഷനും നമ്മൾ അതായത് ഇംഗ്ലീഷിനും റീസണിങ്ങിനും മാത്സിനും ഒക്കെ പ്രത്യേകം കട്ട് ഓഫ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതിന് പുറമെ ഒരു ടോട്ടൽ കട്ട് ഓഫും ഉണ്ട്. വിച്ച് മീൻസ് കിട്ടുന്ന 20 മിനിറ്റിൽ ആ ഓരോ സബ്ജക്റ്റും മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ സബ്ജക്ട്സിൻ്റെ കട്ട് ഓഫും അതുപോലെ തന്നെ ടോട്ടൽ കട്ട് ഓഫും ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർ രണ്ടാമത്തെ ഘട്ടമായ മെയിൻസിലേക്ക് പോകുന്നു. മെയിൻസിന് വരുമ്പോൾ റീസണിംഗ് ഉണ്ട്. റീസണിങ്ങിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ 40 മിനിറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് 50 ക്വസ്റ്റ്യൻ 40 മിനിറ്റ്, GA 50 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്, കമ്പ്യൂട്ടർ 50 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്, QA 50 ക്വസ്റ്റ്യൻ 40 മിനിറ്റ്. ഇങ്ങനെയാണ് ഒബ്ജക്റ്റീവ് പരീക്ഷ തന്നെയാണ്. ഇത് ജനറലിസ്റ്റുകാരുടെ കാര്യമാണ് പറയുന്നത്. ജനറലി അപ്ലൈ ആവുമെന്ന് പറഞ്ഞല്ലോ, ജനറലിസ്റ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതിൽ വരുന്ന നമുക്ക് 3 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്, ഒബ്ജക്റ്റീവ് പരീക്ഷ. പക്ഷേ ഈ ഒബ്ജക്റ്റീവ് പരീക്ഷ കഴിയുമ്പോൾ ഒരു അരമണിക്കൂറത്തെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരു എസ്സേ, ലെറ്റർ റൈറ്റിങ്ങും ഒരു പ്രിസീവ്, ഇങ്ങനെ 3 എണ്ണം അടങ്ങിയ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി സ്പെഷ്യലിസ്റ്റിലോട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തും കൂടെ ഒരു പേപ്പർ കാണും. അതായത് ലോ ആണ് എടുക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച്, ഡോക്ടറിൻ്റെ ആണെങ്കിൽ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച്, അങ്ങനെ നമ്മൾ ഏത് സെക്ഷനാണോ സ്പെഷ്യലിസ്റ്റിൽ ചൂസ് ചെയ്യുന്നത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ളൊരു പേപ്പറും കൂടെ മെയിൻസിന് കാണും. സ്പെഷ്യലിസ്റ്റിൻ്റെ കേസിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഇനി ഹിന്ദിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആപ്ലിക്കബിൾ. നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. 3.5 മണിക്കൂർ അടങ്ങിയ ഡ്യൂറേഷൻ ആയിട്ടുള്ള ഒരൊറ്റ എക്സാമാണ്. അതിനകത്ത് റീസണിങ്ങിൽ നിന്ന് 40 ക്വസ്റ്റ്യൻ 35 മിനിറ്റ്, GA 40 ക്വസ്റ്റ്യൻ 25 മിനിറ്റ്, ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 35 മിനിറ്റ്, പിന്നെ ടെസ്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ടു ഹിന്ദി ആൻഡ് ഹിന്ദി ടു ഇംഗ്ലീഷ്, അത് 40 ക്വസ്റ്റ്യൻ 25 മിനിറ്റ്, പിന്നെ ടെസ്റ്റ് ഓഫ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് നോളജ് ഓഫ് ആക്ട് ഓർ റൂൾസ് റിഗാർഡിംഗ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ, അതിന് 40 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്. പിന്നെ വേറെ ഒരു സെക്ഷൻ ഉള്ളത് ടെസ്റ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്, എസ്സേ, പ്രിസി, കോംപ്രിഹെൻഷൻ ആൻഡ് ലെറ്റർ റൈറ്റിംഗ്, അത് 4 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്, 60 മിനിറ്റ്, അതിന് മാത്രം 60 മിനിറ്റ് ഉണ്ട്. ഇങ്ങനെ 3.5 മണിക്കൂറാണ് മൊത്തത്തിൽ ഹിന്ദിക്കാർക്ക് മാത്രമായിട്ട് ഒറ്റ പരീക്ഷ. ഈ പറഞ്ഞ ടെസ്റ്റിൻ്റെ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്യുന്നവരാണ് മൂന്നാമത്തെ ഘട്ടമായ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 1000 രൂപയാണ്, ഇൻക്ലൂഡിങ് GST ആണ്. SC/STക്കും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്കും 250 രൂപയുമാണ്. എക്സാമിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഏതൊരു എക്സാം പോലെ തന്നെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഈ 4 കാര്യങ്ങളാണ് വേണ്ടത്. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കും, അതുപോലെ ഒരു പേപ്പറിലോട്ട് എഴുതുക. ഇതൊക്കെ ഓരോ സൈസുകളിലാക്കിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മുൻപൊക്കെ എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഓൾറെഡി കാണും. പുതുതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് സൈസ് ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ.
നോട്ടിഫിക്കേഷൻ്റെ പേജ് നമ്പർ 16, 17 അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുകയാണെങ്കിലും അക്ഷയ സെൻറ്ററിലോ മറ്റിടത്തോ പോയോ ചെയ്യുവാണെങ്കിലും ഒക്കെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ്, ഒരു തെറ്റും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ തിരിച്ചറിയുകയാണ്, അതായത് അപ്ലൈ ചെയ്തതിൽ ഒരു തെറ്റ് വന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞാൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ വീണ്ടും പൈസ നഷ്ടമാകും. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കെയർഫുള്ളി എൻ്റർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഈ 4 കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ.